ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. ഇത്തവണ ബിഗ് ബോസിൽ ബ്രാൻഡ് ന്യൂ ഫോർമാറ്റ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ള സൂചനകളൊക്കെ കേൾക്കുന്നു. കുറേ നാൾ ഡിലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയായിരിക്കും ഏഷ്യാനെറ്റും മേക്കേഴ്സും ബിഗ് ബോസ് മലയാളം സീസൺ 7 കൊണ്ടുവരാൻ പോകുന്നുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതിൽ വെറൈറ്റി പ്ലാനിങ്സ് ആണ് നടക്കുന്നത് അറിയാൻ കഴിയാണ്. ഇതുവരെയുള്ള പോലെയല്ല, പല പുതുമകളും ഉണ്ടാവുമെന്ന് അറിയുന്നത്. കഴിഞ്ഞ സീസണിൽ നമുക്കൊരു പവർ റൂം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ നിലവിലുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയാവുന്നത് ന്യൂ ബ്രാൻഡ് തീമിന്റെ ഒരു പ്ലാനിങ് ആണ്. അതിൽ പറയപ്പെടുന്ന സൂചനകൾ മാത്രമാണ്. അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് മലയാളം സീസൺ 7 വരികയാണെങ്കിൽ സംഗതി പൊള്ളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ക്ലിക്ക് ആവാൻ പോകുന്ന ഗ്രേറ്റ് ബ്രാൻഡ് ന്യൂ റീവാമ്പ് സംഭവം എന്താണെന്ന് അറിയുകയാണെങ്കിൽ കോമണേഴ്സും സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുള്ള സൂചനകളൊക്കെ വരുന്നു. എത്രമാത്രം അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. മേ ബി ഒരു ചെറിയ സൂചന മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു തോട്ട് മാത്രമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ വന്നാൽ വേറെ വെറൈറ്റി ലെവലായിരിക്കും നമ്മുടെ റേറ്റിംഗും ഷോയുടെ ഒരു റീച്ച് ഒക്കെ പോകാൻ പോകുന്നത്. അതിനായിരിക്കാം ഒരു 100 പേരെ സൂം ഓഡിഷനിലേക്ക് സെലക്ട് ചെയ്യുമെന്ന് പറയുന്നത്. അതായത് ജൂലൈ 10 വരെയുള്ള നമ്മുടെ കോമൺ ഓഡിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ നിങ്ങളിൽ നിന്ന് 100 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ കൂടെ മത്സരിക്കാൻ തക്കവണ്ണം സെലക്ട് ചെയ്യാനായിരിക്കില്ലേ ഈ 100 പേരെ സെലക്ട് ചെയ്യണത്? നമുക്കത് ആലോചിക്കാവുന്ന കാര്യമാണ്. ഇതിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സീസണിലുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ സംസാരം കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും. പക്ഷെ ഇത് അറിഞ്ഞതുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുമോ എന്നുള്ള ചിന്തയിൽ നിന്നും ആ ഒരു ചെറിയ തോട്ടിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ആകസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അത് പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ അങ്ങനെയായിരിക്കും കാര്യങ്ങൾ കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള എന്റെ പ്രതികരണം എന്ന് പറയുന്നത്. വളരെ അടിപൊളിയായിരിക്കും. ഒരു ബിഗ് ബോസ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെയുള്ള ആ ഒരു തോട്ട് നമ്മുടെ ഷോയിൽ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ. ബ്രാൻഡ് ന്യൂ ഫോർമാറ്റിൽ ഈ സെലിബ്രിറ്റീസും കോമണേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഓഡിയൻസിന്റെ റിയാക്ഷനും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തെലുഗു ബിഗ് ബോസിൽ ഇപ്പൊ കോമണേഴ്സിന്റെ ഓഡിഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും എക്സ് കണ്ടസ്റ്റൻസ് ഇന്റർവ്യൂ എടുക്കലും അങ്ങനെ അവരെ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കലും പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ കണ്ടസ്റ്റൻസ് ആയിട്ട് ഷോയിലേക്ക് വിടുന്നതൊക്കെ ഒരു പുതിയ സംഭവം, ഒരു തീം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെബ് സീരീസ് ആയിട്ട് തന്നെ അവരത് ഇറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ മാറ്റങ്ങൾ ചിലപ്പോൾ പുതുമ എന്ന് പറയുമ്പോൾ പല രീതിയിലും ബിഗ് ബോസ് തമിഴിലുണ്ടായിട്ടുള്ള 2 ബിഗ് ബോസ് ഹൗസ്, അതിനകത്ത് നമ്മൾ ഏഷ്യാനെറ്റിന്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ബിഗ് ബോസിന്റെ ശബ്ദത്തിന് മാറ്റം ഉണ്ടാവുമോ, ശബ്ദം മാറുമോ? ചിലപ്പോൾ ബിഗ് ബോസിന്റെ കൂടെ തന്നെ തമിഴ് ബിഗ് ബോസിലെ പോലെ ഇനിയിപ്പോ ഒരു സ്മോൾ ബോസ് വരുമോ എന്നായിരിക്കാം. അതല്ലെങ്കിൽ 2 വീടുകളിലായിട്ട് കോമൺ കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെയും ഇട്ടുകൊണ്ടുള്ള ഒരു ഒരു സംഭവം എന്തായാലും പടയ്ക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനൊരു അടിപൊളി തീം ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഹിന്ദി ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട്. കോമണേഴ്സിനെ പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു സംഭവം അവിടുന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരിക്കാനായിട്ട് അവർ പോവുകയുണ്ടായത്. അങ്ങനെ പല രീതിയിലാണ് ഇത്തവണ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇങ്ങനെ ഒരു ചേഞ്ച് വരുമെങ്കിൽ അതിന് നിങ്ങൾ ചാൻസ് ഒരിക്കലും മിസ്സാക്കണ്ട. 2 ദിവസമേ ഉള്ളൂ. അതൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ പ്രാവശ്യവും നടക്കണതല്ലേ എന്നുള്ള പല സംശയങ്ങളും ഉണ്ട്. പക്ഷെ ഒരു മത്സരാർത്ഥിയായി പോയ വ്യക്തി എന്ന നിലയിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം. നമ്മളെ ഓഡിഷൻസിന് വിളിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊറോണ ടൈമിലൊക്കെ സൂം ഓഡിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ 2 ഓഡിഷൻ ആയിരുന്നു ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഓഡിഷൻ കൂട്ടിയിട്ടാണെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രൊഫൈൽ കൊടുത്തതും മറ്റു 2 ഓഡിഷനും കൂടി 3 ഓഡിഷൻ. അതില് ഈ സൂം ഓഡിഷനിൽ ആദ്യം നമുക്ക് ഒരു 5 പേരാണ് ഓഡിഷൻ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത സൂം സെഷനിൽ ഒരു 10 പേരിൽ കൂടുതൽ എൻഡമോൾ ഷൈൻ എന്നുള്ള ടീം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ഓഡിഷൻ വീഡിയോ അവരെടുത്തിട്ടാണ്, പരിശോധിച്ചാണ് ഓരോ കണ്ടസ്റ്റന്റിനെയും സോർട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. 100 പേരിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഇത്രയും പേര് കോമൺ ഓഡിഷന് എൻട്രി അപ്ലൈ ചെയ്തിട്ട് അതൊന്നും എല്ലാവരും വീഡിയോ അവർ കാണുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. നിങ്ങളെ കാണാനായിട്ട് അങ്ങനെ ഒരു കൃത്യമായിട്ട് ടീം തന്നെ വിനിയോഗിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് ഇത്ര പേരെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങളെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനും അതൊന്ന് ചൂസ് ചെയ്യാനും സോർട്ട് ചെയ്ത് അടുത്ത സെഷനിലേക്ക് കൊടുക്കാനും പാനൽ അത് ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഒരു വലിയ ടീം തന്നെയുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒട്ടും അടിക്കേണ്ട, സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇനി അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളൊരു തോട്ടേ വേണ്ട.
അപ്ലൈ ചെയ്തോളൂ. ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ന്യൂ ഫോമാറ്റ്, ബ്രാൻഡ് ന്യൂ ഫോമാറ്റിൽ സെലിബ്രിറ്റീസും കോമണേഴ്സും കൂടി മത്സരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, സാധ്യത മാത്രമേ ഉള്ളൂ, എനിക്കതിൽ യാതൊരു ഉറപ്പുമില്ല, ഒരു സൂചന എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിങ് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തവണ കളറാവും എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സെലിബ്രിറ്റീസിന്റെയും കോമണേഴ്സിന്റെ ഒക്കെ ഒരു ഇമോഷൻസും ബ്രേക്ക് ഡൗൺസും സംഭവങ്ങളും ഈ ഗ്ലാമുള്ള ആൾക്കാരുടെ ഇടയിൽ, അവരിങ്ങനെ സെലിബ്രിറ്റി സ്റ്റാർഡം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പ്രേക്ഷക പ്രതിനിധികളായിട്ട് പോകുന്ന ആൾക്കാര് നമുക്ക് ഇവിടുന്ന് പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ രീതിയിൽ ഷോയെ കണ്ടുകൊണ്ട് മത്സരിക്കാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അതിന് ന്യായവിധി ഒന്ന് തന്നെയായിരിക്കും. അത് സെലിബ്രിറ്റീസിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പ്രേക്ഷകർ അവരുടെ കൂടെ നിൽക്കും, കോമണേഴ്സിന്റെ ഭാഗത്താണെങ്കിൽ അവരുടെ കൂടെ നിൽക്കും. അല്ല, ഇതൊന്നും ഇപ്പൊ സംസാരിക്കാറായിട്ടില്ല. ഈ ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 കളറാവും എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ചെറിയൊരു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം കൂടിയുള്ളൂ. ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം തുറന്നിട്ടിരിക്കുകയാണ്. bb7.jiostar.com വൈകാതെ ഒരു മടിയുമില്ലാതെ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രൊഫൈൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിനൊരു സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്കിയുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. 2 ദിവസമേ ഉള്ളൂ എന്ന് കരുതി മാറി നിൽക്കണ്ട. അയ്യോ, ഇനിയിപ്പോ ഞാൻ ഈ കാറ്റഗറിയിൽ മത്സരിച്ചാൽ എനിക്ക് ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ മത്സരിക്കാനാവോ, അങ്ങനെയുള്ള ചിന്തയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് ഒരു ഇൻസ്റ്റഗ്രാം പോലും അക്കൗണ്ട് പോലും ഇല്ലാത്ത നിങ്ങളാണെങ്കിൽ അടുത്ത വർഷം ഒരു പക്ഷേ നിങ്ങളത് മേക്കപ്പ് ചെയ്ത് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയി വന്ന് ഒരു ഇൻഫ്ലുവൻസർ ഏതെങ്കിലും രീതിയിൽ ആവുകയാണെങ്കിൽ, ഇന്ന് കോമൺ ആയിട്ട് മത്സരിച്ചാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇൻഫ്ലുവൻസർ ആയിട്ട് മത്സരിക്കാൻ പറ്റില്ലേ? എവറി ഡേ ഇസ് എ ന്യൂ ചാൻസ്. അത് മിസ്സാക്കണ്ട. എല്ലാവരും തയ്യാറായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമൺ ഓപ്പർച്യൂണിറ്റി മിസ്സാകാതെ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയട്ടെ. അടുത്ത ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ തത്സമയം ശാലിനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോസിനൊക്കെ ലൈക്കും കമന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് എനിക്കൊരു എൻകറേജ്മെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സിന് കൂടി താങ്ക്സ് അറിയിക്കുകയാണ്. പ്രിയ ഫാബ്രിക്സ് പാലാരിവട്ടം, ഓഫർ സ്റ്റോർ മെട്രോപ്ലെയർ 525, വോക്കോ മീഡിയ, ലിങ്ക് റോഡ്, കലൂർ സ്റ്റേഡിയം, സിറ്റി കളക്ഷൻസ്, ഫാൻസി ആൻഡ് സലൂൺ എക്യുപ്മെന്റ്സ്, മറൈൻ ഡ്രൈവ്, കൊച്ചി. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ദിസ് ഇസ് വിജയ് ശാലിനി സൈനിങ് ഓഫ്. ബൈ.